ഇൻഷാ അല്ലാഹ് പ്രസംഗ വേദിയിലെ ഇതിഹാസവും സുന്നി കവളവളയുടെ പടനായകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് റഫീഖ് സായിദി ജയലമ്പാടി തൗഹീദ് അചഞ്ചലമാണ് എന്ന കാലിക പ്രസിദ്ധമായ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിന് വേണ്ടി ഉസ്താദിനെ പ്രസംഗ പീഠത്തിന് മുമ്പാകെ വളരെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വരുന്ന വഴിയിൽ ആരും നിന്ന് തടസ്സം ചെയ്യരുത്. അവിടെ ബാത്റൂമിൽ പോകുന്ന ആളുകൾക്ക് മറ്റങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒരുപാട് യാത്രാദികൾ സിയാറത്ത് മാത്രം ചെയ്തു പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കും നമ്മൾ തടസ്സമായി ബുദ്ധിമുട്ടായി നിൽക്കരുത്, ഇങ്ങോട്ട് മാറി നിൽക്കണം. ഒന്നിരിക്കൽ ഇവിടെ ഒരുപാട് കസേരകൾ ഒഴിവുണ്ട്, ധാരാളം സ്ഥലങ്ങളുണ്ട്, എവിടെയും നിങ്ങൾക്ക് കയറി വന്നിരിക്കാം. ചൂടിന്റെ ഒക്കെ ചെറിയ വശമുണ്ടാകും, അല്ലാഹു തആല ചൂടൊക്കെ കുറച്ചു തരട്ടെ. അതുകൊണ്ട് വഴിയിൽ നിന്ന് ആരും തടസ്സം സൃഷ്ടിക്കാതെ സദസ്സിലൊന്നിരിക്കൽ കയറിയിരിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കണം, ബുദ്ധിമുട്ടാക്കരുത് എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. സംഘാടകർ വളരെ വിഷമത്തിലുണ്ട്, അവിടെ വഴിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് വഴി ആരും തടസ്സം സൃഷ്ടിക്കരുത്, സ്നേഹത്തോടുകൂടെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പ്രസംഗത്തിന്റെ വേണ്ടി വേദിക്ക് മുമ്പാകെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. صلى الله عليك يا رسول الله، صلى الله عليك يا حبيب الله، صلى الله عليك يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ذكر الأنبياء عبادا وذكر الصالحين كفارا. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
വന്യരായ ഉസ്താദുൽ അസാതീദ് താജുൽ ശരീഅ ശൈഖുന അലിക്കുഞ്ഞ് ഉസ്താദ് അവர்கள் അല്ലാഹു ആഫിയത്ത് ആരോഗ്യം നൽകി കൊടുക്കട്ടെ. ദീർഘകാലം ആ പുഞ്ചിരിക്കുന്ന മുഖം അല്ലാഹു കാണാൻ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ഈ ജമാഅത്തിന്റെ അജീകനായ മുദരിസ് ഉന്നരായ ഹാരിസ് ഇമാമി സഖഫി ഉസ്താദ് അവர்கள், ഉന്നരായ ഖത്തീബ് ഉസ്താദ് ഷരീഫ് അഷ്റഫി ഉസ്താദ് അവர்கள், സ്റ്റേജിൽ ധന്യമാക്കിയ മറ്റു പണ്ഡിതന്മാർ, ഉറൂസ് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളേക്കുള്ള ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹത്തുക്കളുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. മഹത്തുക്കളെ പിന്നാലെ സ്വർഗത്തിൽ കിടക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഉദയാസ്തമാന ഉറൂസിന്റെ അസ്തമാന സമയത്താണ് ഞാൻ നിലനിൽക്കുന്നത്. ഈ പരിപാടിക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവர்கள் അല്ലാഹു ദറജ ഇനിയും ഉയർത്തി കൊടുക്കുമാറാകട്ടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉന്നരായ ശൈഖുന ഉസ്താദ് അവர்கள் ഒരു 5 മിനിറ്റ് ചിന്തിക്കാനും പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനുമുള്ള നല്ല വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ സമാപന വേദിയിൽ തൗഹീദ് അജഞ്ചലമാണ് എന്നൊരു വിഷയം പാവപ്പെട്ട എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ടത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനും പഠിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമുഖം നീട്ടാതെ പ്രത്യേകമായി ഒരു അറിയിപ്പ്. സ്ത്രീയുടെ ഭാഗത്ത് കുട്ടികളെ കഴുത്തിൽ നിന്ന് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഖേദിക്കേണ്ട മക്കളെ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്ന് ഉമ്മമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടു പോയാൽ ഉറൂസ് കമ്മിറ്റി ഉത്തരവാദിയല്ല. ഇൻഷാ അല്ലാഹ് കിട്ടിയവർ കൗണ്ടറിൽ ഏൽപ്പിക്കണം. നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടിയവർ കൗണ്ടറിൽ ഏൽപ്പിക്കണം. അങ്ങനെ എടുക്കുന്നവരും ശ്രദ്ധിക്കണം. CC ക്യാമറ 4 ഭാഗത്തുമുണ്ട്, അതും ശ്രദ്ധിക്കാൻ നല്ലതാണ്. പണ്ട് റഖീബത്ത് മാത്രമായിരുന്നു, ഇപ്പോൾ ക്യാമറയും ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാകുന്ന നാം നമ്മുടെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമാണ്. അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളാണ് നാം. നമ്മെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു നമ്മെ പറഞ്ഞയച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രസവിക്കപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിയുടെ ചുവടിലേക്ക് തൗഹീദിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയാണ്. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന കുട്ടി ആദ്യമായി ആ ചുവടിലൂടെ കേൾക്കുന്ന വാക്യം തൗഹീദിന്റെ വചനങ്ങളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ പരിശുദ്ധ നാമം ഉദ്ധരിച്ചുകൊണ്ട് ആ റബ്ബുൽ ഇസ്സത്തിനെ നമുക്ക് പരിചയപ്പെടുത്തിയ ലോകത്തിന്റെ ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അതാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്
തൗഹീദിന്റെ വചനങ്ങൾ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് പുറത്തിറങ്ങിയ കുട്ടിയുടെ ചെവിടിലേക്ക് ആദ്യമായി കേൾപ്പിക്കുന്ന വാക്കുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവസാനം അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ ഞാൻ കേട്ട വാക്കാണത്. അങ്ങനെ വലുതായി ഈ ഒരു വചകം തൗഹീദിന്റെ വചകങ്ങൾ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചുവടിൽ കേൾപ്പിക്കണമെന്നും അത് കേൾപ്പിച്ചതായും ലോകത്ത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയാകുന്ന റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ, ആ പേരക്കുട്ടികൾ പ്രസവിക്കപ്പെട്ട ഉടനെ രണ്ട് കുട്ടികളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ചുവട്ടിൽ ബാങ്ക് കൊടുത്തു എന്ന ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അങ്ങനെ തുടങ്ങി ആ തൗഹീദിന്റെ വചനങ്ങൾ. ആ കുട്ടി വലുതാകുന്നു, അവന്റെ ജീവിതം മുഴുവനും പിന്നെ ആ വചനങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ ഏത് സമയത്തും അതാ പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലോക മുസ്ലിമീങ്ങൾ അത് അങ്ങനെ തന്നെ പറയുന്നു. പള്ളിയുടെ വിചാരത്തിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഷഹാദത്ത് കലിമ ലോക മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെ എടുത്തു പറയുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തൗഹീദിന്റെ കലിമത്തുകൾ ഏത് സമയത്തും മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയാൽ നിസ്കാരം കഴിഞ്ഞ് അവസാനം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദിക്ർ ചൊല്ലി അവസാനം ഒരു 10 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇച്ചിലങ്കോട്ട പള്ളിയിലും ലോക മുസ്ലിം നമ്മുടെ നാട്ടിലുള്ള സകല പള്ളികളിലും യശായിന്റെ പറയ ഹദ്ദാദ് കഴിഞ്ഞിട്ട് ഒരു 50 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ച വീട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 പ്രാവശ്യം പറയുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മറ ഔ ഖീല ലഹു ദഖലൽ ജന്ന മുഹമ്മദ് റസൂലുള്ളാഹി. ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി വെച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അതിൽ ചൊല്ലപ്പെട്ടു, എന്നാൽ അത് കാരണമായി ഒരു സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. ആ ഹദീസിന്റെ സനദിൽ ചില അഭിപ്രായങ്ങളുണ്ട് എങ്കിലും മഹാനായ മുഹമ്മദ് ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം മുല്ല അലിയുൽ ഖാരി വൃത്താന്തത്തിൽ എഴുതി വെച്ചത് കാണാം. ഈ ഹദീസ് ദഈഫാണെന്ന് ആര് പറഞ്ഞാലും അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ ഇബ്നു അറബി തങ്ങൾ ഒരു സംഭവം തന്നെ വൃത്താന്തത്തിനെടുത്ത് വെച്ചത് കാണാം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. മരിച്ച വീട്ടിലും ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യമായി ചെവിടിലൂടെ കേട്ട ശബ്ദമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി വലുതായി വരുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഫ്തതിഹു വലാ സബിയാനികും അവ്വല കലിമത്തിൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളെ കുട്ടി സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ആദ്യമായി ആ കുട്ടിയോട് സംസാരിപ്പിക്കേണ്ട വാക്ക് നമ്മുടെ നാട്ടിൽ ആദ്യമായി സംസാരിപ്പിക്കുന്നത് ടാ 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 എന്നാണ്. എന്നാൽ നിങ്ങൾ അറിയുമോ, നമ്മുടെ മക്കളെ ആദ്യമായി സംസാരിപ്പിക്കേണ്ടത് ഏതോ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മളെ മക്കളെ കൊണ്ട് കലിമത്ത് തൗഹീദ് പറയിപ്പിക്കണം. ഇഫ്തതിഹു അലാ സബിയാനികും ബിഅവ്വലി കലിമത്തിൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യമായി നമ്മുടെ കുട്ടികൾ സംസാരിക്കേണ്ട വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഉമ്മാനെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ കേട്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോഴും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ജീവിതത്തിൽ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവന്റെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും ആദിക്കറങ്ങ് ചൊല്ലി 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 അവസാനം മരണമാസന്നമായാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലഖിനൂഹും ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അങ്ങനെ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങിയ കലിമത്തിന്റെ വാചകം അവൻ മരിക്കാൻ കിടന്നാലും നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുന്നവർക്ക് ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രസവിക്കപ്പെട്ട ഉടനെയും ചൊല്ലിക്കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. അവന്റെ ജീവിതം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം ഫഇന്നഹു മൻ കാന അവ്വലു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന അവ്വലു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സംസാരശേഷി വരുന്നതിന് മുമ്പ് തന്നെ അവന്റെ ചുവടുകൊണ്ട് ആദ്യമായി കളിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവന്റെ നാക്കുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ നാക്കിലൂടെ ആദ്യമായി അവൻ സംസാരിക്കുന്ന വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം വആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ തുടക്കത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഇങ്ങനെ തുടക്കവും ഒടുക്കവും ലാ ഇലാഹ ഇല്ലല്ലാഹ്. തുമ്മ ആശ അൽഫ സന, ഇവൻ 1000 കൊല്ലം ഭൂമി ലോകത്ത് ജീവിക്കുകയാണ്. ഇവന്റെ തുടക്കവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇവന്റെ അവസാനവും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമത്തിലൂടെ, കലിമത്തുൽ തൗഹീദിലൂടെ കറകളഞ്ഞ ഈമാനിന്റെ അവകാശിയായി 1000 കൊല്ലം ഇവിടെ ജീവിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ സുഇല മിൻ ദംബിൻ വാഹിദ്. അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരൊറ്റ തെറ്റുകളെ സംബന്ധിച്ചും അവനോട് ചോദിക്കപ്പെടുകയില്ല. ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റുകളും അവനോട് ചോദിക്കപ്പെടുകയില്ല. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. ആ മനുഷ്യന്റെ തുടക്കവും ഒടുക്കവും അവന്റെ ജീവിതം മുഴുവനും കലിമത്തുൽ തൗഹീദാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാകണം. ഇനി കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനിക്ക് ചൊല്ലിക്കൊടുക്കേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവൻ ആദ്യമായി ചൊല്ലേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രസവിക്കപ്പെട്ട ഉടനെയും ഇവൻ പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നിങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അക്തിറൂ ഫിൽ ജനാസതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുമ്പോൾ പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഇനി മരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ, മരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അക്തിറൂ ഫിൽ ജനാസ, നിങ്ങൾ ജനാസ കൊണ്ടുപോകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹ്. അനസ് റളിയല്ലാഹു തആല തൊട്ട് ഇമാം ദൈലമി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അക്തിറൂ ഫിൽ ജനാസ, നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവിടെ അൽ ജനാസ എന്ന പദത്തിന് ഇമാമിങ്ങൾ വ്യാഖ്യാനം പറഞ്ഞത് കാണാം. അക്സറു ഫിൽ ജനാസ എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ അടുക്കലെന്ന് മാത്രമല്ല, അൽ ജനാസ എന്ന പദപ്രയോഗം ചില ഇമാമിങ്ങൾ പറയുന്നത് മയ്യത്ത് കട്ടിലിൽ മയ്യത്തിനെ കടത്തിയതിനു ശേഷം പറയുന്ന വാക്കാണ് അൽ ജനാസ. അപ്പോൾ മയ്യത്ത് കട്ടിലിൽ കടത്തിട്ട് കൊണ്ടുപോയി പള്ളിക്കാട്ടിലേക്ക്, അപ്പോഴും പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ തുടക്കവും ഒടുക്കവും അവസാനം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവൻ പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഇത് പറയാനുള്ള കാരണം എന്താണ്? ആ ഒരു തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നാം. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ കേട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇപ്പോഴും കൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി മരിക്കുമ്പോൾ പറയേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിച്ചിട്ട് അരാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരു തൗഹീദിന്റെ വചനം അല്ലാഹ് ഞങ്ങൾ
ഞങ്ങളെ ജീവിതത്തിലും മരണത്തിന്റെ ശേഷവും എല്ലാം ഞങ്ങൾക്ക് പറയാൻ, ഞങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പറയാനും ആ നിലക്കുള്ള നല്ലവരും മയ്യത്തുകളും നല്ലൊരു ജീവിതവും ഒരു മരണവും ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. ഞാൻ എന്റെ വാല് കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഈ ഒരു തൗഹീദിൽ വിശ്വസിച്ച മഹാന്മാരാകുന്ന സ്വഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ദീൻ വിളിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ തുടക്കവും ഒഴുക്കവും എല്ലാ സമയത്തും അരേ കറകളഞ്ഞ ഈമാനിന്റെ അവകാശികളല്ലേ സ്വഹാബത്ത്. നേരത്തെ വന്യരായ ശൈഖുന ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் മക്കയിലും മദീനയിലുമായി ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ വാർത്തെടുത്തു. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் മദീനയിൽ വഫാത്താകുമ്പോൾ ഹജ്ജത്തുൽ വദാഇലെ സമാപന പ്രസംഗം നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തി. ആ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் നടത്തുമ്പോൾ 1,24,000 വരുന്ന സ്വഹാബത്ത് മദീനയിലുണ്ടായിരുന്നു. 1,24,000 വരുന്ന സ്വഹാബത്ത് മദീനയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? 1,24,000 സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്ത് മദീനയിലുണ്ട് എങ്കിൽ ഇന്ന് മദീനയിലെ ചരിത്രം പരിശോധിച്ചാൽ അതാ മദീനയിലെ ചരിത്രത്തിൽ കാണാം, മദീനയിലെ ഖബർസ്ഥാനിയാകുന്ന ജന്നത്തുൽ ബഖീഅ്, ആ ജന്നത്തുൽ ബഖീയിൽ നിന്ന് കടക്കുന്ന സ്വഹാബത്ത് 10,000-ഓളം എന്ന സ്വഹാബത്ത് മാത്രമാണ്. 10,000-ഓളം എന്ന സ്വഹാബത്ത് മാത്രമാണ് മദീനയിൽ കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വഫാത്തിന്റെ സമയത്ത് 1,24,000-ഓളം എന്ന സ്വഹാബത്ത് മദീനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 10,000-ഓളം എന്ന സ്വഹാബത്ത് മാത്രമേ ജന്നത്തുൽ ബഖീയിലുള്ളൂ. മറ്റു സ്വഹാബത്തെല്ലാം എവിടെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ച തൗഹീദ്, ആ കറകളഞ്ഞ ഈമാനിന്റെ പ്രചരണാർത്ഥം അവർ ലോകത്തിന്റെ നാനാഭാഗത്തും അവർ സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം സ്വഹാബത്തിന്റെ മഖ്ബറകൾ കാണാം. നമ്മുടെ ഇച്ചരങ്കോടിലുള്ളതുപോലെ, കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ളതുപോലെ, കർണാടകയിലെ പല ഭാഗത്തുള്ളതുപോലെ ലോകരാജ്യങ്ങളിൽ സ്വഹാബത്തിന്റെ മഖ്ബറകൾ കാണാം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് പഠിച്ച ആ തൗഹീദ്, ആ തൗഹീദിന്റെ പ്രചരണാർത്ഥം സ്വഹാബത്ത് നാനാഭാഗത്തും എത്തിപ്പെട്ടുപോയി. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ ജീവിതം ഒപ്പിയെടുത്ത താബീങ്ങൾ, താബീങ്ങൾ പരമ്പരാഗതമായി ഇടമുറിയാതെ നമ്മളെ കയ്യിൽ ഉലമായിലൂടെ എത്തിപ്പെട്ട ദീനാണ് യഥാർത്ഥ ദീൻ. അവര് പഠിപ്പിക്കുന്ന ആശയമാണ് യഥാർത്ഥമായ തൗഹീദ്. നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ ഇവിടെ പ്രസംഗിച്ചവനായ ഉസ്താദുൽ അസാദിർ ശൈഖുന അലി കുഞ്ഞി ഉസ്താദ് അവர்கள் 1000-കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനവർകളാണ്. അല്ലാഹുവേ, അവിടുത്തെ ആയുസ്സിന്റെ താഴത്തിലായി നീട്ടിക്കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ആദരിക്കുന്ന കുമ്പോൾ സാദാത്യങ്ങൾ, ആ കുമ്പോൾ സാദാത്യങ്ങളെ വലിയ തങ്ങളായിരിക്കുന്ന സയ്യിദ് അബൂതങ്ങൾ, ആ അബൂതങ്ങൾ വന്യരായ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ്. അതുപോലെ കർണാടകയിലെ പല ഭാഗത്തും ഖാദിയായി സേവനം ചെയ്യുന്ന വന്യരായ പേക്കല ഉസ്താദ് ശൈഖുനാന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ്. ഇങ്ങനെ നിരവധി ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, അവര് പഠിപ്പിച്ചതാണ് യഥാർത്ഥമായ തൗഹീദ്, അവര് പഠിപ്പിച്ചതാണ് യഥാർത്ഥമായ ഈമാൻ. ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവരാകണം ലോക മുസ്ലിമീങ്ങൾ. നിങ്ങൾ കണ്ടില്ലേ, ഈ ഇച്ചിരിങ്ങോട് മറവിട്ട് കിടക്കുന്ന മഹാന്മാർ, ആ മഹാന്മാരെ ഹദ്റത്തിലേക്ക് വലിയരായ ശൈഖുനാ ഉസ്താദ് അവர்கள் പോയി സിയാറത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളും അവരെ മഖ്ബറയിൽ പോയി നമ്മുടെ വേവലാദികളും സങ്കടങ്ങളും ഒക്കെ പറയുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഈമാൻ, കറകളഞ്ഞ തൗഹീദത. കാരണം ഇവിടെ ദീൻ പഠിപ്പിക്കേണ്ടത് പണ്ഡിതന്മാരാ, ദീൻ പഠിപ്പിക്കേണ്ടത് ആലിമീങ്ങളാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൽ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ പഠിപ്പിച്ച ആദർശം ഏതാണോ ആ നേതാക്കന്മാരിൽ അവസാനത്തെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാലും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീൻ നിലനിൽക്കണം. ആ ദീൻ നിലനിർത്താൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച യഥാർത്ഥമായ തൗഹീദ് ഇവിടെ നിലനിൽക്കണം. ആ ഈമാനും തൗഹീദും പ്രചരിപ്പിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഡ്യൂട്ടി ഇവിടെ ഏൽപ്പിക്കപ്പെട്ടവരാരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. അമ്പിയാക്കൾ ചെയ്ത ഏതൊരു ഡ്യൂട്ടിയാണോ ആ ഡ്യൂട്ടി ഇവിടെ നിർവഹിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ പറയുന്നത് മാത്രമാണ് സത്യമല്ലാത്ത സത്യമല്ല. ആലിമീങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം. അതുകൊണ്ടല്ലേ മഹാനായ ഉജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ ആലിമീങ്ങളാണ് ദീന് പറയേണ്ടവർ എന്ന് പറഞ്ഞതിന് ശേഷം കുറെ പേജ് കണക്കിന് വിശദീകരിച്ചുകൊണ്ട് ഗസാലി മാമ പറഞ്ഞു, അമ്മൽ ആമിയോ, സാധാരണക്കാരൻ എന്ത് ചെയ്യണം? അമ്പിയാക്കൾ പ്രചരിപ്പിച്ചതാണ് യഥാർത്ഥ ദീൻ. ആ അമ്പിയാക്കൾ അനന്തര അവകാശികളാകുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ് യഥാർത്ഥ ദീൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് സാധാരണക്കാർ എന്തു ചെയ്യണമെന്ന് ഇമാമികൾ മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അമ്മൽ ആമിയു, സാധാരണക്കാരൻ അവരുടെ ജീവിതമാർഗങ്ങളെ കൊണ്ടും ഇബാദത്തുകളെ കൊണ്ടും ജോലിയാകേണ്ടവരാണ്. സാധാരണക്കാര് അവരെ ജീവിതമാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടവരാണ്, ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ടവരാണ്. എന്നിട്ട് ഗസാലി ഇമാം പറയുന്നു, വഅയതുറുക്കൽ ഇൽമ ലിൽ ഉലമാ, ദീൻ പറയേണ്ട ഫുൾ അധികാരം ഒരു പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. ദീൻ പറയേണ്ടത് പഠിച്ച ആലിമീങ്ങളാണ്. എന്നിട്ട് മഹാനായ ഗസാലി ഇമാം പറയുന്നു, മൻ തകല്ലമ ബില്ലാഹി വഫീ ദീനിഹി മിൻ ഗൈരി ഇത്ഖാലിൽ ഇൽമി വഖഅ ഫിൽ കുഫ്രി മിൻ ഹൈതു ലാ യദ്രി. അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ആരെങ്കിലും അവന്റെ ദീനിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ, മൻ തകല്ലമ ബില്ലാഹി വഫീ ദീനിഹി, അല്ലാഹുവിനെ സംബന്ധിച്ചോ അവന്റെ ദീനിനെ സംബന്ധിച്ചോ അറിവില്ലാതെ ആരെങ്കിലും ഇവിടെ സംസാരിച്ചു പോയാൽ, വഖഅ ഫിൽ കുഫ്രി മിൻ ഹൈതു ലാ യദ്രി, അവരറിയാതെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അറിയാതെ ആരെങ്കിലും ഇവിടെ ദീന് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീന് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ പറയുന്നതാണ് യഥാർത്ഥ തൗഹീദ്. അവർ പറയുന്നതാണ് കറകളഞ്ഞ ഈമാന്. അവർ പഠിപ്പിക്കുന്ന ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവരാകണം. നിങ്ങൾ നോക്കൂ, ആലിമീങ്ങൾ ദീൻ പറഞ്ഞ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഫിത്നയില്ല, വിഭാഗീയതയില്ല, വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലില്ല. എല്ലാ ദീനും പറയുന്നത് ആലിമീങ്ങളാണ്. പക്ഷേ ആലിമീങ്ങൾ പറയേണ്ട ദീന് സാധാരണക്കാരൻ പറയാൻ തുടങ്ങിയപ്പോഴാണ് ദീനിൽ ഫിത്ന ഉണ്ടായത്. ആലിമീങ്ങൾ പറയേണ്ട ദീന് സാധാരണക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ദീനിൽ ഫിത്ന ഉണ്ടായി. പിന്നെ കണ്ടതും കേട്ടതൊക്കെ ദീനാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ എന്റെ പേരിൽ ഞാൻ ജോലി ചെയ്യുന്ന പേർലത്ത് ഇപ്പൊ ഒരു മാസം മുമ്പ് ഒരു സലഫിന്റെ സമ്മേളനം നടന്നു. കുറെ തൗഹീദിലേക്ക് പറയാൻ വേണ്ടി പോകുന്നു. സലഫിന്റെ സമ്മേളനം മാത്രമല്ല, അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ ചങ്ങാതി കുറെ ശിർക്ക്, തൗഹീദിന്റെ നേരെ എതിരാകുന്ന ശിർക്ക്, ആ ശിർക്ക് ഇങ്ങനെ എണ്ണിട്ട് പറഞ്ഞു, ഇവിടത്തെ ചീരണി അത് ശിർക്ക, ഇവിടെ പായസം അത് ശിർക്ക, സോജി അത് ശിർക്ക, പത്തരം കറിയും അത് ശിർക്ക. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ശിർക്ക് അത് പത്തരിലേക്കും കറിയിലേക്കും പടർന്നു പിടിച്ചിരിക്കുകയാണ്, ക്യാൻസർ രോഗം പോലെ. നോക്കൂ നിങ്ങൾ. എന്ന് മാത്രമല്ല, ഈ ചങ്ങായി ഇങ്ങനെ പ്രസംഗിച്ച് അവസാനം എന്താ ചെയ്തെന്നറിയോ? അവസാനം ചങ്ങായി പറയുന്നത് തിന്നുന്ന സാധനത്തിലൊക്കെ ശിർക്കായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ പത്രത്തിലും ശിർക്ക,
മുസ്ലിക്കാണ് ഒരൊറ്റ കയറ പത്രത്തിന് താഴോട്ട് ഈ പത്രത്തിന് മുസ്ലിക്കാണ്. എന്താണ് പത്രത്തിന് ശിർക്ക് മനസ്സിലായില്ല? പത്രത്തിന് ശിർക്കാണെന്ന് മനസ്സിലാണ്ടേ? ഞാൻ അന്വേഷിച്ചു ചാടിയ പത്രം ഏതാണ്, പത്രത്തിന് ശിർക്ക് എന്താണ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് സംഗതി അറിയുമോ? ഒരു പത്രത്തിന് അജ്മീർ ടൂർ സിയാറത്ത് പരസ്യം ഉണ്ടായിരുന്നു. അജ്മീർ ടൂറിന്റെ സിയാറത്തിന്റെ പരസ്യം ഒരു പത്രത്തിന്. ഈ സിയാറത്ത് ടൂറുള്ളതുകൊണ്ട് ഈ പത്രവും ശിർക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ തൗഹീദ് എന്താണെന്ന് അറിയാതെ ശിർക്ക് എന്തെന്ന് അറിയാതെ സാധാരണക്കാര് മതം പറയാൻ തുടങ്ങിയപ്പോ ഇവിടെ കണ്ടതും കേട്ടതും മുഴുവനും ശിർക്കായി ചിത്രീകരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വാദ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ആലിമീങ്ങൾ പറയുന്നത് അനുസരിക്കുന്നവരാകണം. ആരോ എന്തോ പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോയി സ്വഹാബത്തും ഇമാമീങ്ങളും പഠിപ്പിച്ച ആ ഈമാൻ നമ്മളെ മനസ്സിന്ന് വലിച്ചെറിയാനേ പാടില്ല. നിങ്ങൾ സാധാരണക്കാർ ദീന് പറയുന്നത് പറഞ്ഞാൽ രണ്ട് ഉദാഹരണം പറയട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ലൈവ് ഉണ്ടല്ലോ, ശരിയല്ലേ? ലൈവില്ലേ? ശരിക്കൊക്കെ കേൾക്കട്ടെ. ഞാൻ ആദൂരിൽ ജോലി ചെയ്യുമ്പോ ഒരു 5 ചെറുപ്പക്കാരന്റെ ഉണ്ടായൊരു സംഭവമാണ്. ഇത് പഠിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഈ ചെറുപ്പക്കാർ വന്നതിനോട് ഉസ്താദേ ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ചോദിക്കാനുണ്ട്. കർണാടക ഡൗട്ട് അങ്ങനെ ഡൗട്ട് ചോദിക്കാനുണ്ട്. ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ ഞാൻ എടുക്കുന്ന ക്ലാസ് നിർത്തി റൂമിലെ കൂട്ടിക്കൊണ്ടുപോയി. ഇവർ 5 ആൾ കസാല വെച്ചിരുന്ന് ഞാൻ അപ്പുറം ഇരുന്ന് ഞങ്ങൾക്ക് 5 ആൾക്ക് ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ 5 പേര് ഖത്തറിലാണ്, കുറച്ച് ഡൗട്ട് തീർക്കാനുണ്ട് എന്ന് ഞാൻ ആയിക്കോട്ടെ. ഒന്നാമത്തെ ആൾ ഞങ്ങൾ ചോദിക്കാണ്, ഉസ്താദേ ഖബർ സിയാറത്ത്, മഹാന്മാരുടെ ഖബർ സിയാറത്ത് അത് അനുവദനീയമാണെന്ന് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചു. നോക്കണോ, കിതാബിലുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചു. ആദൂരിൽ ഇഷ്ടം പോലെ കിതാബുണ്ട്. ഞാൻ ബുഖാരി മാറ്റി അവന്റെ മുമ്പിൽ വെച്ച് ബുഖാരി നോക്കുമോനേന്ന്. സംഗതി സിയാറത്തിന്റെ ബാബല്ല ഞാൻ ഒറ്റ വെച്ചത്, ബുഖാരിന്റെ ഏതൊരു ഭാഗം ഒറ്റ വെച്ചതാണ്. നോക്കുമോനേന്ന് ഓൻ കുറെ കണ്ണടി ഒറ്റ വെച്ച് നോക്കി. ഉസ്താദ് ഫത്വ നസ്റും ഇല്ലാത്ത കിതാബ് എനിക്ക് ഞാൻ എങ്ങനെ ഉസ്താദ് വായിക്കുന്നതെന്ന് എന്നോട് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഫത്വ നസ്റും ഇല്ലാത്ത കിതാബ് വായിക്കാൻ അറിയാത്ത ഈ കുന്തമാണോ ഇതിന് പറയേണ്ടത്? ഫത്വ നസ്റും ഇല്ലാത്ത ഈ കിതാബ് വായിക്കാൻ അറിയാത്ത ഇതിന് പറയാൻ നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ ദീന് പറയാൻ, കിതാബ് വായിക്കാൻ അറിയാത്തവർക്ക് ദീന് പറയാൻ അവകാശമില്ല എന്ന കാര്യം നന്നായി എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, പിന്നെ ഒരു ദിവസം ആദൂർ മഖ്ബറയിലേക്ക് ഇറങ്ങുന്നത് യാസീദ് ദ്വാരക്കണമെന്ന് പറഞ്ഞ അവസാനം സുന്നിയായിട്ട് മടക്കിട്ട് പോയി. പിന്നെ പണം കൊടുത്തവരുടെ വേദിയിലേക്ക് വരാൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാധാരണക്കാര് മതം പറയുന്നവരാകാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീന് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളോട് ചില കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ വഅദ് കേൾക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ദീൻ വിളിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ ഒന്നാമത്തെ സ്ഥാനം നിൽക്കുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ആ വഫാത്തായി കിടക്കുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടത്തേക്ക് വരുന്നു. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നേതാവിന്റെ അടുത്ത് വന്നിട്ട് അവിടെ കുത്തിരിക്കുകയാണ്. സിദ്ദീഖ് ഇരിക്കുകയാണ്. ഫകശഫ അൻ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിലുള്ള തുണി ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തുണി അങ്ങോട്ട് നീക്കുകയാണ്. എന്നിട്ട് ഫഖബല വജ്ഹഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുംബിക്കുന്നു. വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ മുഖം ചുംബിച്ചതിന് ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിളിക്കുകയാണ്, യാ നബിയല്ലാഹ്. വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ സിദ്ദീഖുൽ അക്ബർ വിളിക്കുന്നു. ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ വഫാത്തായി പോയവരെ വിളിച്ചുകൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനി വിളിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായ റസൂലുള്ളാഹിനെ വഫാത്തായ ഉടനെ വിളിക്കുന്നു. വഫാത്തായ മഹാന്മാരെ വിളിക്കൽ ഇസ്ലാം പൊരുത്തപ്പെട്ടതാണെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.
അപ്പോൾ ചില സലഫികൾ പറയും, ഓ ബുഖാരിയിൽ വിളിച്ചു എന്നല്ലേ ഉള്ളത്, വേറൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇതേ ഹദീസിന്റെ പൂർണ്ണമായ രൂപം മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യാഉൽ ഉലൂമുദ്ദീനിലും അതുപോലെ അവിടുത്തെ മുഖാശഫത്തുൽ ഖുലൂബിലും എഴുതി വെച്ചത് കാണാം. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആ നബി അല്ലാഹ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ്? ഓ നബിയേ, ഉദ്കുർനാ ഇൻദ റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ പോയാലും ഞങ്ങളെ ഓർക്കണേ നബിയേ. അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോയാലും ഞങ്ങളെ മറക്കല്ലേ നബിയേ. ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് വേവലാതി പറയുന്നു, വിഷമം പറയുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, അതേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്നെ വഫാത്താകുന്ന സമയത്ത് അതാ സ്വഹാബത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് സിദ്ദീഖ് തങ്ങൾ പറയാണ്, ഞാനങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ജനാസ കുളിപ്പിച്ച് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോയാൽ എന്റെ ജനാസ റൗദന്റെ പാദത്തിനടുക്കൽ വെക്കണം. എന്നിട്ട് നബി തങ്ങൾക്ക് സലാം പറയണം. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സമ്മതം ചോദിക്കണം. അവിടെ നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രമേ എന്റെ ജനാസ റൗദന്റെ അകത്ത് വെക്കാൻ പാടുള്ളൂ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അതാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായപ്പോൾ സഹാബത്ത് അവിടുത്തെ ജനാസയെ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിന്റെ റൗദന്റെ വാതിൽക്കൽ വെക്കുകയാണ്. എന്നിട്ട് അതാ സഹാബത്ത് റസൂലുള്ളാഹിന്റെ റൗദയിൽ കയറുകയാണ്. അസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ്. സ്വഹാബത്ത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു. വഫാത്തായി 2.5 വർഷം കഴിഞ്ഞ, ചിന്തിക്കണം, വഫാത്തായി 2.5 വർഷം കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്ന വാക്കെന്താണ്? യാ നബിയല്ലാഹ്, അബൂബക്കറും ഫിൽ ബാബ്, സിദ്ദീഖ് ഞങ്ങളെ ജനാസ വാതിൽക്കലുണ്ട് നബിയേ. അപ്പോഴാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന്, റൗദന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന മറുപടി, വഅലൈക്കസ്സലാം അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ ഹബീബിനെ എന്നിലേക്കൊന്ന് കടത്തണേ എന്ന് റൗദന്റെ ഉള്ളിൽ നിന്ന് മറുപടി കേൾക്കുകയാണ്. അതാ റസൂലുള്ളാഹിനെ വിളിച്ച് സമ്മതം ചോദിക്കണമെന്ന് വഫാത്തിന്റെ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതാ സ്വഹാബത്ത് വിളിക്കുന്നു, റസൂലുള്ളാഹി മറുപടി നൽകുന്നു. തഫ്സീറുർ റാസിയുടെ 18-ാം വാല്യം അൽ-കാഫിന്റെ വിശദീകരണത്തിൽ ഈ സംഭവം എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ ഒന്നാമത്തെ ഖലീഫയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ദീൻ പഠിച്ച അതാ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് വഫാത്തായ റസൂലുള്ളാഹിനെ വിളിക്കുന്നു. അതാ അവിടുത്തെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിനെ വിളിക്കാൻ വേണ്ടി അതാ സിദ്ദീഖ് തങ്ങൾ പ്രഖ്യാപിക്കുന്നു. വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിനെ സ്വഹാബത്ത് വിളിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ റൗദന്റെ ഉള്ളിൽ നിന്ന് അതാ മറുപടി നൽകുന്നു. ആ സിദ്ദീഖ് തങ്ങളുടെ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വിശ്വാസത്തോടെ മഹാന്മാരെ വിളിക്കരുത്, തെറ്റല്ല. അത് അചഞ്ചലമായ തൗഹീദിൽപ്പെട്ടതാണ്, അത് കറകളഞ്ഞ ഈമാനിൽപ്പെട്ടതാണ്. ലോകത്തിന്റെ നേതാവിൽ നിന്ന് ദീൻ പഠിച്ച സിദ്ദീഖ് തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ മഹാനവറുകളെ ഹദ്റത്തിൽ വന്നുകൊണ്ട് വിളിക്കുമ്പോൾ, തലങ്കരയിൽ പോയി വിളിക്കുമ്പോൾ അത് ഈമാനിന് എതിരാണെന്ന് ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. ഓർമ്മപ്പെടുത്തുന്നു മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവர்கள் എത്തിപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന വീട്ടിലാണ്. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ വേദിയിലേക്ക് വരും. അവിടെ ആരും നേരത്തെ നമ്മുടെ ഖതീബ് ഉസ്താദ് അവர்கள் ഓർമ്മപ്പെടുത്തിയതുപോലെ വഴി തടസ്സം ചെയ്ത് ഇങ്ങോട്ട് ഇഷ്ടംപോലെ കസാരകളെ മദ്രസയുടെ കോരാനിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നിരുന്നാൽ നല്ലതാണ്. ആരും അവിടെ വഴി തടസ്സം സൃഷ്ടിക്കുന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയിട്ട് കഴുത്തിന് വേദന ഉണ്ടാക്കണ്ട. ഞാൻ അങ്ങോട്ട് തന്നെ നോക്കുന്നുള്ളത് കൊണ്ട് ഉസ്താദ് വരുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കണം. കഴുത്തിന് ഓരോ മനുഷ്യൻ അവന്റെ അവയവത്തിന്റെ ഹക്ക് പാലിക്കണം.
അല്ലെങ്കിൽ അതിനാണ് അള്ളാഹു കുറച്ച് ഉത്തരം പറയേണ്ടി വരും. തിരിഞ്ഞു നോക്കി അടുത്ത് വേദനയാക്കണ്ട എന്ന് പുറത്തേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മഹാന്മാരെ വിളിച്ചാൽ അത് തൗഹീദിന് എതിരല്ല, അത് അചഞ്ചലമായ തൗഹീദിൽപ്പെട്ടതാണെന്ന് ഇവിടെ പഠിപ്പിച്ചത് ആരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ നൂറ്റാണ്ട് വരെയുള്ള ഉലമാവിന്റെ ചരിത്രം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സഹാബത്തിലൂടെ കടന്നു വന്ന പരമ്പരാഗതമായി ഇങ്ങോട്ട് 14 നൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞുപോയ ഒറ്റ ഇമാമിങ്ങളും മഹാന്മാരെ വിളിച്ച് അവരോട് സങ്കടം പറയാത്ത ഒരൊറ്റ ഇമാമിങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ മഹാന്മാരെ വിളിക്കൽ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അത് ഈമാനിൽപ്പെട്ടത് തന്നെയാ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഒരു വിശ്വാസം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞ ആളാരാണ്? 7-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഇബ്നു തൈമിയ്യയാണ്. പക്ഷേ 7-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യ ഇത്തരം മഹാന്മാരെ വിളിക്കൽ തെറ്റാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആശയം ലോകത്ത് പ്രചരിച്ചിട്ടില്ല. ഇബ്നു തൈമിയ്യ കിതാബിൽ എഴുതി വെച്ചതല്ലാതെ ഇബ്നു തൈമിയ്യയുടെ ആശയം ലോകത്ത് പ്രചരിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇബ്നു തൈമിയ്യക്ക് സംഘടന ഉണ്ടായിട്ടില്ല, പ്രചരിപ്പിക്കാൻ കൂടെ ആളുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടെ ചെറുപ്പക്കാരും സംഘടനയും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അയാൾ കുറെ ആശയങ്ങൾ എഴുതി വെച്ചു. ആ എഴുതി വെച്ച ആശയത്തെ പിന്നീട് ലോകത്ത് പ്രചരിപ്പിച്ചതാരാണ്? 1111 ജനിച്ചിട്ട് 1146 സൗദിന്റെ ഭരണം പിടിച്ചെടുത്ത മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പണ്ഡിതനാണ് ഈ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചത്. 1111 നജ്ദിൽ ജനിച്ചിട്ട് അതിനിടയ്ക്ക് ചില പണ്ഡിതന്മാരെടുത്ത് ഓതി പഠിച്ചിട്ട് അവസാനം എല്ലാ പണ്ഡിതന്മാരെ കുരുത്തം കെടുവാങ്ങിയിട്ട് എല്ലാ ഉസ്താദുമാരും ദർസിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് 1146 പാശ്ചാത്യൻ തുർക്കിയും സൗദി അറേബ്യയും ഒരു കലാപം നടക്കുമ്പോൾ ആ കലാപത്തിലൂടെ കടന്നുകയറ്റം നടന്നിട്ട് സൗദിന്റെ ഭരണം പിടിച്ചെടുത്ത് ആ സൗദിന്റെ ഭരണത്തിൽ കയറിയ മുഹമ്മദ് അബ്ദുൽ വഹാബാണ് ഇത്തരം കാര്യങ്ങൾ ശിർക്കാണെന്ന് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത്. ചരിത്രം അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്റെ കയ്യിൽ ഒരു കിതാബുണ്ട്. ഈ കിതാബ് അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന എന്ന് പറയുന്ന കിതാബാ. ഈ കിതാബ് മദീനയിൽ ഒരു വലിയ പണ്ഡിതൻ എന്റെ കയ്യിൽ തന്നതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്തൊക്കെ വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത് നിങ്ങൾക്കറിയുമോ? ഇവിടുത്തെ വഹാബികൾ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ ഉറൂസ് കഴിക്കുമ്പോ, റാത്തീബ് കഴിക്കുമ്പോ, ദഫ്റാത്തീബ് കഴിക്കുമ്പോ, അതുപോലെ മറ്റുള്ള റജബിനത്തിൽ നോമ്പ് നോക്കുമ്പോ, ബറാത്ത് രാത്രി കഴിക്കുമ്പോ, ബദരീങ്ങൾ ആണ്ട് കഴിക്കുമ്പോ ഈ ചുറ്റുഭാഗത്തുള്ള സലഫികൾ പറയും അതൊന്നും മദീനത്തില്ല, അതൊന്നും മക്കത്തില്ല, അത് കേരളത്തിലെ സാപ്പാടുകാരുണ്ടാക്കിയതാണ് എന്ന്. എന്നാൽ നിങ്ങൾ അറിയണോ, 1146 വഹാബി ഭരണം സൗദിയിൽ വന്നത്. എന്നാൽ ഏകദേശം 300 കൊല്ലമായി ഇന്ന് സൗദിയിൽ വഹാബി ഭരണമാണ്. 1145 വരെ മദീനയിൽ നടക്കാത്ത ഒറ്റ പരിപാടിയുമില്ല. മൗലൂദും റാത്തീബും കുതുബിയത്തും ബദരീങ്ങളുടെ ആണ്ടും എല്ലാ പരിപാടി മദീനയിൽ ഉണ്ടായിരുന്നു. 1145 ശേഷം ഈ ചങ്ങായി വന്നിട്ട് അധികാരത്തിൽ കയറിയിട്ട് എല്ലാം തച്ചു തകർത്തതാണ്. നിങ്ങളറിയോ, 300 കൊല്ലത്തിനുറം സൗദിന്റെ ഭരണം വഹാബിന്റെ കയ്യിലാണ്. അള്ളാന്റെ ഒരു ഹിക്മത്ത് നോക്കൂ നിങ്ങൾ. അതും വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലേ? അതും വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താണ് റബ്ബിന്റെ ഹിക്മത്ത്? നിങ്ങൾ കണ്ട ഓരോ കൊല്ലം ഹജ്ജിന് പോകുന്ന 30-35 ലക്ഷം ജനങ്ങൾ, അതുപോലെ ഉംറയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവര്, അവരെല്ലാം മനസ്സിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വല്ലാത്ത ഇഷ്ക് വെച്ച ആശിഖീങ്ങളാണ് മദീനയിൽ പോകുന്നത്. ആ ലോകരാജ്യങ്ങളിൽ വരുന്ന റസൂലുള്ളാഹിന്റെ മഹബൂബിങ്ങളായ ആശിഖീങ്ങൾ അവര് മദീനയിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആശിഖീങ്ങൾ മദീനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മദീനയിൽ സുന്നികളെ ഭരണമായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്ന് മദീനയിലേക്ക് പോകുന്നവർ മദീനയിലെ മണ്ണടക്കം വാരി മഖ്ബറടക്കം വാരി കൊണ്ടുവരുമായിരുന്നു വർക്കെടുക്കാൻ വേണ്ടി.
അല്ലേ? നമ്മൾ സുന്നികൾ അങ്ങനെയല്ലേ, മണ്ണും ഒക്കെ വറുക്കെടുക്കുന്ന ആളാണ്. അപ്പൊ അവ എന്ത് ചെയ്ത്, സുന്നികളൊക്കെ സിയാറത്തിന് വരട്ടെ, മഖ്ബറ അവിടെ നിലനിർത്തട്ടെ, കുറച്ച് സലഫികളെ മഖ്ബറിന്റെ മുമ്പിൽ നിന്ന് നമ്മളൊക്കെ സിയാറത്തിന് പോകുമ്പോൾ കുറച്ച് സലഫികൾ അവിടെ നിന്ന് ഇങ്ങനെ പറയാ. അപ്പൊ വന്നൂറന്നൂറ് സിയാർത്താക്കിയിട്ട് പോകാം. അപ്പൊ സിയാർത്ത് നടന്നു, മഖ്ബറകളെ സംരക്ഷിക്കലും നടന്നു. അല്ലാഹു മഖ്ബറിനെ സംരക്ഷിക്കാൻ വഹാബിന്റെ കയ്യിൽ ഭരണം കൊടുത്തിരിക്കുകയാണ്. സുന്നികളുടെ കയ്യിൽ ഭരണമായിരുന്നെങ്കിലും മഖ്ബറ ഉണ്ടാകുമായിരുന്നില്ല, എല്ലാം വാരിക്കൊണ്ടുവരുമായിരുന്നു അവിടുന്ന് ബർക്കത്തിന് വേണ്ടി. അല്ലാഹു മഖ്ബറകളെ സംരക്ഷിക്കാൻ വഹാബികളുടെ കയ്യിൽ ഭരണം കൊടുത്തു. പക്ഷേ നിങ്ങൾ അറിയണോ, പാവപ്പെട്ട നമ്മളൊക്കെ പോയിട്ട് അങ്ങനെ സലാം പറയുമ്പോൾ തന്നെ ശിർക്ക് പറയാൻ തുടങ്ങി. എന്നാൽ ഇപ്പോ 25 ദിവസങ്ങൾക്ക് മുമ്പ് സൗദിന്റെ രാജാവ് വന്നവിടത്തേക്ക് മന്ത്രിമാരും രാജാവൊക്കെ വന്നിട്ട് അല്ലാഹുമ്മ ബിഹഖ്ഖി സയ്യിദിനാ മുഹമ്മദിൻ വബിഹഖ്ഖി സയ്യിദിനാ അബീ ബക്കർ വബിഹഖ്ഖി സയ്യിദിനാ ഉമറുൽ ഖത്താബ് ഇങ്ങനെ കൈപിടിച്ച് റസൂലുള്ളാഹിനെ തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോ ശിർക്കിന്റെ അഡ്രസ്സില്ല, വഹാബിന്റെ അഡ്രസ്സില്ല. പറഞ്ഞാ പിന്നെ ഒരു ഡ്യൂട്ടി ഉണ്ടാവും അവിടെ. രാജാവിന്റെ മുമ്പിൽ പറയാൻ ആരും ഒന്നും ചങ്കൂറ്റം കാണിക്കുന്നവരില്ല. നമ്മളൊക്കെ പാവപ്പെട്ടവര് പോകുമ്പോ ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ ഹിക്മത്താണ് മുത്തുനബിന്റെ റൗളയെ സംരക്ഷിക്കാൻ വേണ്ടി അതാ അല്ലാഹു വഹാബികളുടെ കയ്യിൽ ഭരണം കൊടുത്തിരിക്കുകയാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 100-300 കൊല്ലമായി സൗദിയിൽ വഹാബിന്റെ ഭരണമാണ് എങ്കിൽ ആ വഹാബിന്റെ ഭരണം നടക്കുന്നതിന് മുമ്പ് അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, മദീനയിൽ നടന്ന സംഭവങ്ങള് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കിബ്രീത്ത് തങ്ങൾ അവിടുത്തെ ജവാഹിറിൽ എഴുതി വെക്കുകയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാണ്? ഇവിടുത്തെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ഈമാൻ കവർന്നെടുക്കാൻ വഹാബികൾ പറയുന്ന ഏറ്റവും വലിയൊരു ആശയമാണ് ഇവിടെ നടക്കുന്ന റാത്തീബുകൾ, നടക്കുന്ന മൗലൂദുകൾ, നബിദിന പരിപാടികൾ, അതുപോലെ നടക്കുന്ന ഉറൂസുകളൊന്നും മദീനയിലില്ലാത്തതാണ്. അത് കേരളക്കാർ തുടങ്ങിയതാണ്. ദീന് വന്ന മദീനയിൽ അത് ഇല്ലാത്തതാണ്. എന്നാൽ ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് 1145 വരെ മദീനയിൽ ഓരോ മാസത്തിലും ഓരോ പരിപാടികളാണ്. അതാ മഹാന്മാർ എഴുതി വെക്കുന്നു. റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ മുഅ്മിനീങ്ങളെ ഇത് ശരിക്കും പഠിക്കണം, വഹാബി നമ്മളെ കബളിപ്പിക്കുകയാണ്. അതാ റബീഉൽ അവ്വൽ മാസം വന്നാൽ ഫി അവ്വലി ലൈലത്തി ജുമുഅത്തിൻ മിൻഹു, റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി മദീനത്തെ പള്ളിയിൽ യകൂനു മൗലിദ് ശൈഖ് അഹ്മദ് അൽ ബദവി, മഹാനായ അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദ് ഈ അടുത്ത കാലം വരെ മദീനത്തെ പള്ളിയിൽ നടന്നിരുന്നു. അതുപോലെ ലൈലത്തി സാനിയത്തി അശറ മിൻഹു, അതേ റബീഉൽ അവ്വൽ 12 രാത്രി യകൂനു മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ മദീനത്തെ പള്ളിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓരോ വന്നിട്ടില്ല, അവര് ഇവിടെ വഴിയൊരുക്കുകയാണ്, എത്തിയിട്ടില്ല, എല്ലാവരും ഇരിക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ അഹ്മദ് അൽ ബദവി തങ്ങളുടെ മൗലൂദാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദാണ്. അതാ മദീനത്തെ പള്ളി റബീഉൽ ആഖിർ മാസമായി കഴിഞ്ഞാൽ ആ റബീഉൽ ആഖിർ മാസത്തിന്റെ 12 രാത്രി മൗലിദു സയ്യിദത്തി ഫാത്തിമത്തുസ് സഹ്റാ, ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു അൻഹയുടെ മൗലൂദാണ്. വല്യോനി സാനി അശറ മിൻഹു, അതേ 12 പകല് റബീഉൽ ആഖിർ 12 പകല് മൗലിദ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ മൗലൂദാണ് മദീനത്തെ പള്ളിയിൽ. അതുപോലെ അതാ ജമാഅത്തുൽ ഉലമ മാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഹ്മദ് ബിൻ അലവ റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദാണ്. ശൈഖ് അബ്ദുൽ മുഹീദ്ദീൻ ഇബ്നുൽ അറബി തങ്ങളുടെ മൗലൂദാണ്. ജമാഅത്തുൽ ആഖിറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ അഹ്മദ് റിഫായി തങ്ങളുടെ മൗലൂദാണ്. ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ സുബ്ഹാനല്ലാഹ് വലിയ പരിപാടികൾ നടന്നിരുന്നു. മഹാനായ സുൽത്താനുൽ ഉലമ നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, സുൽത്താനുൽ ഉലമയ്ക്ക് ആയുസ്സ് നൽകണം റഹ്മാനേ.
മഹാനായ സുൽത്താനിൽ നമുക്ക് ആയിരായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ലോക രാഷ്ട്രങ്ങളിൽ ഊണില്ലാതെ ഉറക്കില്ലാതെ വിശ്രമമില്ലാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമയെ ഏറ്റെടുക്കണം റഹ്മാനെ. ആയിരായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു എല്ലാവരും ഇരിക്കണം. അവിടെ ഇങ്ങോട്ട് മാറും. 5 മിനിറ്റ് സംസാരിക്കാൻ സുൽത്താനുൽ ഉലമ സമ്മതം തന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കാം. എല്ലാവരും അങ്ങോട്ട് മാറണം. ആരും അവിടെ വഴി തടസ്സം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് കയറിയിരിക്കുക. ഇച്ചിലിങ്കോട് ഉറൂസ് ഇന്ന് സമാപിക്കുകയാണ്. മഹാനായ സുൽത്താനുൽ ഉലമയെ കൊണ്ട് ഈ ഉറൂസ് ഇവിടെ സമാപിക്കുകയാണ്. അല്ലാഹു അവിടുത്തെ ആയുരായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അചഞ്ചലമായ തൗഹീദിന്റെ പ്രചരണാർത്ഥം ഇന്ന് ലോക രാഷ്ട്രങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കും ാകട്ടെ, അല്ലാഹു ആരോഗ്യം ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മഹാനായ താജുൽ ഉലമ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. നിഷ്പക്ഷമായി ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ ഇമാമികൾ മഹാന്മാര് ചരിത്രം എഴുതി വെച്ചത് കാണാം. അവരെ കിതാബ് താരീഖിന്റെ കിതാബിൽ വലിയ വലിയ ചരിത്രം എഴുതി വെച്ചത് കാണാം. എന്നാൽ 14 നൂറ്റാണ്ടുകാലം 1400 കൊല്ലത്തിനടക്ക് നിങ്ങൾക്കറിയുമോ അതെ 2400-ലധികം പള്ളി നിർമ്മിച്ച ഒരു മഹാനുണ്ടോ? ചരിത്രം പരിശോധിക്കുമ്പോൾ അത് കാണുന്നത് മഹാനായ സുൽത്താനുൽ ഉലമ മാത്രമാണ്. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. 10,000-കണക്കിന് പണ്ഡിതന്മാരെ വർത്തെടുത്ത മഹാൻ, അതുപോലെ എത്ര യതീമക്കളെ സംരക്ഷിക്കുന്ന മഹാൻ, അതുപോലെ പാവപ്പെട്ടവർക്ക് 1000-കണക്കിന് വീടുണ്ടാക്കി കൊടുത്ത മഹാൻ, വെള്ളമില്ലാതെ വിശ്രമിക്കുന്നവർക്ക് 1000-കണക്കിന് കൂറുകൾ വെള്ളത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്ത മഹാൻ, എത്രയോ 1000-കണക്കിന് പാവപ്പെട്ട യതീമക്കളാകുന്ന പെൺകുട്ടികൾക്ക് കല്യാണത്തിന് അവസരമുണ്ടാക്കി കൊടുത്ത മഹാൻ, എല്ലാ നിലക്കും മഹാനായ സുൽത്താനുൽ ഉലമ. അല്ലാഹുവേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, നമ്മളുടെ ഒരു സെക്കൻഡ് മഹാനവർക്ക് അതൊരു വലിയൊരു ജീവിതമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാവപ്പെട്ട എനിക്ക് തന്നൊരു ആയുസ്സിന് അല്ലാഹു തആല അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അത് സുൽത്താനുൽ ഉലമക്ക് കൊടുക്കുമായിരുന്നു. കാരണം അവിടെ നിന്ന് കുറെ കാലം നമ്മൾക്ക് ആവശ്യമുണ്ട്. അല്ലാഹുവേ, ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. മഹാനായ സുൽത്താനുൽ ഉലമയെ ഏറ്റെടുക്കണം റഹ്മാനെ. വിശ്രമമില്ലാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനവർകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഇങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, തൗഹീദ് അചഞ്ചലമാണെന്ന വിശ്വാസമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ആ തൗഹീദ് ഈ നൂറ്റാണ്ടിൽ നമുക്ക് പഠിപ്പിച്ച മഹാനായ കന്നിയത്ത് ഉസ്താദ് റഈസുൽ മുഹദ്ദിഖീൻ കന്നിയത്ത് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാനായ ശംസുൽ ഉലമ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ, അല്ലാഹു ആയുസ്സ് നീട്ടി കൊടുക്കുമാറാകട്ടെ. ഈ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ് യഥാർത്ഥ തൗഹീദ്. ആ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ പോയിട്ട്, തെരുവിനുള്ളിൽ കേൾക്കുന്ന പ്രസംഗത്തിന്റെ പിന്നാലെ പോയിട്ട് ഈമാനെ നഷ്ടപ്പെടുത്താതെ ഇത്തരം മഹാന്മാര് പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ആരും ശബ്ദമുണ്ടാക്കരുത്. എല്ലാവരും നല്ല അച്ചടക്കത്തോടെ ഒതുങ്ങിയിരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. സുദീർഘമായി നീട്ടുന്നില്ല. നമ്മുടെ മഹത്തായ ചിലങ്കോട് സ്വഹാബി ഹസ്രത്ത് റാഫി ബിൻ ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അവരോട് കൂടെ കിടക്കുന്ന 6 പുണ്യാത്മാക്കൾ, ഇങ്ങനെ 7 മഹാത്മാക്കളുടെ പേരിൽ 5 വർഷത്തിലേക്ക് നടത്തിവരാനുള്ള ഉദയാസ്തമാന ഉറൂസിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ആത്മീയ സദസ്സിന്റെ സമാപന വേദിയിലാണ് നാം ഉള്ളത്. നാം ഏവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്ന സുന്നി അഖിലേന്ത്യാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ ജനറൽ സെക്രട്ടറി, ലക്ഷക്കണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത സുന്നി കവളവളയുടെ പടനായകൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സവ മുന്നണി പോരാളി, ഇന്ത്യ രാജ്യമെന്നല്ല രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം കൈമാറുന്നതിന് വേണ്ടി അഹോരാത്രി ഉറക്കമൊഴിഞ്ഞ് അധ്വാനിച്ചുകൊണ്ട് ഓടിച്ചാടിയെത്തുന്ന സുന്നി ജനവിശ്വാസികളുടെ ആവേശമായി മാറിയ ആദരണീയരായ ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവരുകൾ നമ്മുടെ ഈ മഹത്തായ ആത്മീയ സദസ്സിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന് ഈ ജനവിശ്വാസികളുടെ ഹൃദയം നിറഞ്ഞ മഹത്തായ ഉറൂസ് കമ്മിറ്റിയുടെയും ഈ ജമാഅത്ത് കമ്മിറ്റിയുടെയും 1000 സ്വാഗതങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിന് സ്നേഹത്തോടുകൂടെ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു ദീർഘ ആയുസ്സ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ. ഈ മഹാന്മാർ ഹദ്റത്തിൽ വന്നതിന്റെ എല്ലാ പുണ്യം അല്ലാഹു അവർത്തേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് മാത്രം ഈ വഴുകിയ സന്ദർഭത്തിൽ ദുആ നടത്തുകയാണ്. അതേപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയരായ MLA റദ്ദുച്ച അവർകൾ, ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ അനുജൻ ആമുച്ച അടക്കമുള്ള ഈ വേദിയിൽ ഒരുമിച്ചുകൂടിയ മതസാമൂഹിക സാംസ്കാരിക പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ വിശ്വാസികൾക്കും ഒറ്റവാക്കിൽ ഈ വഴുകിയ സന്ദർഭത്തിൽ സ്നേഹ ആദരവ് നിറഞ്ഞ സ്വാഗതങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതേപോലെ നമ്മുടെ ഈ ആത്മീയ സദസ്സിന് അതിഥിയായി എത്തിയ ബഹുമാനപ്പെട്ട കുഞ്ഞം സാഹിബ്, അദ്ദേഹം അവർക്കൊക്കെ ഈ മഹാന്മാരുടെ പുണ്യം അല്ലാഹു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉറൂസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതങ്ങൾ അർപ്പിക്കും. അതേപോലെ ഈ മഹത്തായ വേദിയിൽ അതിഥിയായി എത്തിയ ആദരണീയരായ പ്രഗൽഭ പണ്ഡിതനും ജനവാഗ്മിയും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീര പ്രവർത്തകനുമായ ബഹുമാനപ്പെട്ട പള്ളങ്കോട് അബ്ദുൽ ഖദർ മദനി ഉസ്താദ് അവർക്ക് ഈ ഉറൂസ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ 1000 സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയും അവർക്കും ഹൃദയം നിറഞ്ഞ ഉറൂസ് കമ്മിറ്റിയുടെ 1000 സ്വാഗതങ്ങൾ അർപ്പിച്ച് ഇവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹൃദയം നിറഞ്ഞ 1000 സ്വാഗതങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ആദരണീയരായ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർക്ക് എല്ലാവിധ ബഹുമാന ആദരവുകളും സ്നേഹങ്ങളും ഈ വേദിക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മോട് അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി വളരെ ബഹുമാന ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ വേദിക്ക് മുമ്പാകെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بك يا الله.
الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين